ഇന്നത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്, എന്തായാലും കൊള്ളാം, നല്ല വീടാണ്, എന്നാൽ നമുക്കത് നേരെയാക്കി എടുത്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അനിയൻ്റെ അടുത്ത്. അങ്ങനെ അവിടെ നിന്നപ്പോഴത്തേക്കും പുറത്ത് സുഭാഷും നിധി എല്ലാവരും കൂടി നിന്നപ്പോഴത്തേക്കും നിധി വിളിച്ച് പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്, എന്തായാലും ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചു ചേട്ടൻ്റെ അടുത്ത്, എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാം, എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി നോക്കണം, അത് ചേട്ടൻ ആർക്കിടെക്റ്റ് അല്ലേ, അപ്പോഴത്തേക്കും അറിയാവുള്ള ആരെങ്കിലും കാണുമല്ലോ, ആ എഞ്ചിനീയർമാരുടെ അടുത്ത് പറഞ്ഞെങ്കിലും എനിക്ക് ഒരു ജോലി നോക്കി തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ സുഭാഷ് നോക്കി നിന്നിട്ട് പറയുക, ആ ശരി ശരി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ടപ്പോഴത്തേക്കും സുധീഷ് ഒരു കള്ളച്ചിരിയിൽ നിൽക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ജോലിയെന്ന്, യഥാർത്ഥ ജോലിയെന്ന് നിധിയുടെ അടുത്ത് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. വലിയ പൊങ്ങച്ച അടിച്ച് വെച്ചിരിക്കുക സുഭാഷിന് വലിയ ജോലിയാന്നൊക്കെ പറഞ്ഞ്. എന്നാൽ അതൊക്കെ കേട്ടിട്ട് നിധി പറഞ്ഞിട്ട് പോവുകയാണ്. ഇതൊക്കെ കേട്ടോണ്ട് നിന്നിട്ട് ദേഷ്യം വരികയും ചെയ്യുന്നുണ്ട് സുഭാഷിന്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ വരുത്തി വെച്ചതാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷും പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധിയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്ക് സുധീഷാണെങ്കിൽ ഫോണിലാണെങ്കിൽ നോക്കി ഇരിക്കുക. അത് കണ്ട് കാലുമേ കാലൊക്കെ ഇട്ട് ചേറിലിരിക്കുക. അത് കണ്ടിട്ട് വിജയ് പറയുന്നുണ്ട്, എന്തായിരുന്നാലും ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്ന സുഭാഷ് ചേട്ടനാ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തുകൂടെ? അതുമാത്രമല്ല, നിങ്ങളെ തുണികളൊക്കെ എല്ലാവരും നനയ്ക്കുന്നതല്ലേ, നിങ്ങൾക്ക് നനച്ചുകൂടെ തനിയെ? അത് പണ്ട് മുതലേ സുഭാഷ് ചേട്ടൻ ചെയ്തതാ, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയാൻ പോയിട്ടില്ല എന്നും പറഞ്ഞു. എന്നാലും അതെന്താ, ഇനിയെങ്കിലും നിങ്ങൾ തനിയെ തുണിയൊക്കെ നനയ്ക്കാൻ തുടങ്ങണം, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങണം, എല്ലാത്തിനെയും ഇങ്ങനെ ആ ചേട്ടനായിട്ട് ബുദ്ധിമുട്ടിക്കണ എന്തിനാന്ന്, കഷ്ടമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിധിയാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എന്നാലും എന്തിനാ ചേട്ടാ ഇതൊക്കെ ചെയ്യുന്നത്, ഇവിടെ ഉണ്ടല്ലോ അവരൊക്കെ ചെയ്യില്ലേ, അവരുടെ കാര്യം ചെയ്യാൻ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പണ്ട് മുതലേ ഞാൻ ചെയ്ത് ശീലമായിപ്പോയി, ഇനി അവർ കൊച്ചല്ലേ, അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും പറയാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നീ ഇങ്ങ് വന്നേ അകത്തോട്ട് എന്ന് പറഞ്ഞ് സുഭാഷ് വിളിക്കുന്നുണ്ട് സുധീഷിനെ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, നീയാ ഈ ജോലിയുടെ കാര്യം പറഞ്ഞ് പൊങ്ങച്ച മേടിച്ച് ആ കൊച്ചിൻ്റെ മുന്നിൽ എന്നെ നാണം കെടുത്തുന്നേ, എന്തായിരുന്നാലും ഇതൊന്നും ശരിയുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ എന്നെ ഇനിയൊന്നും അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഇനി പറഞ്ഞു പോയതാ, ഇനിയെങ്കിലും മാറ്റി പറയാതെ എങ്ങനെയെങ്കിലും ഒരു ജോലി നോക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും അനിയന്മാർ ചോദിക്കുന്നത്, എന്താ ചേട്ടാ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറയുക, ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുക എനിക്ക് വലിയ എഞ്ചിനീയർ ജോലിയാന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുക, ഞാൻ എന്തെങ്കിലും ജോലി നോക്കി കൊടുക്കാൻ വേണ്ടി, ഇവ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോഴത്തേക്കും നിതീഷ് പറയുന്നുണ്ട്, സ്വന്തം കാര്യമല്ലേ, അവരുടെ കാര്യം മാത്രമല്ലേ നോക്കിക്കൊണ്ടിരുന്നത്, എന്തുവരെ ഈ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും അതുപോലെ തന്നെ ഒരു മാറ്റവുമില്ല, എന്ത് ചെയ്യാൻ, എങ്ങനത്തെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഭാസ്കരൻ വരുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ സൈക്കിള് വരുന്നുണ്ട് വീട്ടിലോട്ട്. വന്നിട്ട് നടയിൽ ചവിട്ടാൻ പോയപ്പോഴത്തേക്കും തന്നെ ആ വീടിൻ്റെ ഒരു മാറ്റം കണ്ടിട്ട് പറയുന്നുണ്ട്, ഒരു പെണ്ണ് വന്നതിൻ്റെ മാറ്റം ഒരു വലുത് തന്നെയാണ് ഈ വീട്ടിൽ, അത് കാണാനും ഉണ്ട് എന്ന് പറയുന്ന നിലവിളക്കെ കത്തിച്ച് വെച്ച് സന്ധ്യാദീപ് വെച്ചിരിക്കുക. അതുകൊണ്ട് ഭാസ്കരനാണെങ്കിൽ ചെരുപ്പൊക്കെ ഊരിയിട്ട് എന്നത്തെ പോലെയൊന്നും അല്ലാതെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു മാറ്റം തന്നെ ആ വീട്ടിൽ സംഭവിച്ചെന്ന് മനസ്സിലാക്കി വീട്ടിൽ കയറുകയാണ്. അങ്ങനെ വീടിനകത്തിരിക്കുമ്പോഴത്തേക്കും ആണ് സുധീഷ് ചോദിക്കുന്നുണ്ട്, സുധീഷും എല്ലാവരും പോകുന്നുണ്ട് റോഡിലോട്ട്. അങ്ങനെ ആ വീട്ടിലോട്ട് കയറി വരികയും വന്നിട്ട് നിധിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പറയാം, ഇവിടെ ആരും ഇല്ല, അവരൊക്കെ റോഡിലോട്ട് പോയതാ എന്ന് പറയുന്നുണ്ട്. എന്നാലും മോളിവിടെ ഒറ്റയ്ക്കല്ലേ, എന്നാലും അവർ പോയോ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല ഇപ്പം പോയതാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കറണ്ട് പോവുകയാണ്. പോയപ്പോഴത്തേക്കും നിധിയും പേടിച്ചിരിക്കുക, ലൈറ്റൊന്നും ഇല്ല. അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, വിളക്ക് കത്തിക്കുകയും ചെയ്യണമായിരുന്നു, അത് തീപ്പെട്ടി ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ലൈറ്റിട്ട് കത്തിക്കാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും തനിയെ തന്നെ പോയിന്ന് ഭാസ്കരൻ കത്തിച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനിവിടെ ഇരിക്കട്ടെ,
അകത്ത് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുകയും എന്നാൽ കുപ്പിയും വെള്ളമൊക്കെ കൊണ്ടുവച്ചാണ് ഇരിക്കുന്നത്. ഇതൊന്നും ശീലമില്ല കണ്ടൊന്നും നിധിക്ക്. അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു രീതിയാണ് നിധിയെ കാണുന്നേക്കാളും ഈ ആയിരിക്കുന്നത് ഇവിടെ. എന്നാലും ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തായാലും ഈ മോൾ ഈ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് നേരം ഇവിടെ സംസാരിച്ചിരിക്കുക, എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിധിയുടെ അടുത്ത് പറയുകയാണ്, ഇതാണ് എൻ്റെ പാലസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കറണ്ട് വരികയും സുധീഷ് വരുന്നുണ്ട്.